students, welcome to Learn 24. നമ്മൾ ഇന്ന് 6th സ്റ്റാൻഡേർഡിലെ the very first chapter ആയ Cascades of Life ആണ് പഠിക്കാൻ പോകുന്നത്. സോ ഈ ചാപ്റ്ററിലെ എല്ലാ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും എല്ലാ ഡീറ്റെയിലിങ്സും എക്സാം പോയിന്റ് എന്ന ഗൈഡിൽ ലഭ്യമാണ്. സോ സ്റ്റുഡൻസ് എന്ന രീതിയിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി റിലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഗൈഡായിരിക്കും എക്സാം പോയിന്റ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും മേക്ക് ഷുവർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എക്സാം പോയിന്റ് എല്ലാവരും ഗോ ത്രൂ ചെയ്യണം എന്നുള്ളതാണ്. നന്നായിട്ട് ഇരുത്തി പഠിക്കേണ്ട ഒരു ഗൈഡാണ് എക്സാം പോയിന്റ്. ഓക്കെ, സോ നമുക്ക് ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയായിരിക്കും പഠിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സെൽ എങ്ങനെയാണ് ലൈഫിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റായി മാറുന്നത്. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു സെല്ലിലുള്ളത്. ഓക്കെ, ദെൻ പ്ലാന്റ് സെൽ, ആനിമൽ സെൽ, ഇതിൻ്റെയൊക്കെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നമ്മൾ ഈ ചാപ്റ്ററിൽ നടത്തുന്നുണ്ട്. ഓക്കെ, സോ ഈ ചാപ്റ്റർ ആണ് നമ്മുടെ ബയോളജി അല്ലെങ്കിൽ ബേസിക് സയൻസിലെ ഏറ്റവും ബേസ് ആയിട്ട് വരുന്നത്. കാരണം എന്താണ്, സെല്ലാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഒരു എൻറ്റയർ ബോഡി മേഡപ്പ് ആവുന്നത് സെൽസ് വെച്ചിട്ടാണ് അല്ലേ. സോ ഇതൊരു തരോ ബേസ് ആയിരിക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. സോ ലെറ്റ്സ് ഡൈവ് ഇൻ ടു ആ ചാപ്റ്റർ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഒരു പിരമിഡ് ഷേപ്പിൽ ഒരു ഡയഗ്രം കാണാൻ പറ്റും നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്കൊരു 5 ഓർഗാനിസം തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ക്യാമൽ തന്നിട്ടുണ്ട്, എലിഫന്റ്, ഗോട്ട്, ആൻഡ് ഒക്കെ നമുക്ക് ഹോഴ്സ് ഒക്കെ തന്നിട്ടുണ്ട്. എന്നിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ സൈസ് അനുസരിച്ച് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ ഈ 5 എണ്ണത്തിലെ ഏറ്റവും സൈസിൽ ഓർഗാനിസം ഏതായിരിക്കും? എലിഫന്റ് ആയിരിക്കും അല്ലേ. യെസ്, ദെൻ എലിഫന്റ് കഴിഞ്ഞാൽ പിന്നെ ആരാണ് വരുന്നത്? ക്യാമൽ, റൈറ്റ്? ക്യാമൽ കഴിഞ്ഞാലോ ഹോഴ്സ് വരും അല്ലേ. ഹോഴ്സ് കഴിഞ്ഞാൽ ഗോട്ട്, ദെൻ കംസ് ആൻഡ്. സോ നമുക്ക് നമ്മുടെ ചുറ്റും നോക്കി നമുക്ക് കാണാൻ പറ്റും അല്ലേ. സൈസ് അനുസരിച്ച് നമുക്ക് ഓർഗാനിസംസിനെ തിരിച്ചറിയാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതായിട്ടുള്ള ഇപ്പോൾ ഇതിൽ എലിഫന്റ് ഏതാണ്? ദ ബിഗ്ഗസ്റ്റ് ടെറസ്ട്രിയൽ ആനിമൽ ആണ് അല്ലേ എലിഫന്റ്. അതുപോലെ തന്നെ മെറൈനിലെ അല്ലെങ്കിൽ ദ ലാർജസ്റ്റ് മാമൽ ഏതാണ്? ബ്ലൂ വെയിൽ ആണ് അല്ലേ. സോ ഇതിലൊക്കെ നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പക്ഷെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതുമായിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ട് അല്ലേ. അവർ നമ്മൾ എന്താ പറയുക? മൈക്രോ ഓർഗാനിസംസ്. നമ്മുടെ നേക്കഡായി വെച്ചിട്ട് കാണാൻ പറ്റാത്ത ഓർഗാനിസംസിനെ നമ്മൾ മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയും. സോ ഇത്തരം ഓർഗാനിസംസിനെ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ നമുക്ക് കാണണം, നമുക്ക് അവരെ കുറിച്ച് പഠിക്കണം അല്ലേ. സോ അതിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഒരു ഡിവൈസ് ആണ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലാബിലൊക്കെ പോയാൽ നമുക്ക് ഈ ഡിവൈസ് കാണാൻ പറ്റും. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, സോ അപ്പോൾ എന്താണ് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ നേക്കഡായി വെച്ച് കാണാൻ പറ്റാത്ത മൈക്രോ ഓർഗാനിസംസിനെ കാണാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് മൈക്രോസ്കോപ്പ്. ഓക്കെ, നമുക്കിനി ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്താലോ? നമ്മൾ മൈക്രോ ഓർഗാനിസം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശരിക്കും ഈ മൈക്രോ ഓർഗാനിസം ഉണ്ടോ, നമുക്കിത് വെച്ച് കാണാൻ പറ്റുമോ എന്നുള്ളത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമ്മളൊരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാൻ പോവാണ്. സോ ആ എക്സ്പെരിമെന്റിന് വേണ്ട മെറ്റീരിയൽസ് ആണ്. ആദ്യം നമുക്കൊരു മൈക്രോസ്കോപ്പിക് സ്ലൈഡ് വേണം. എന്താണ് സ്ലൈഡ്? നമുക്ക് റെക്ടാങ്കുലർ ഷേപ്പിൽ നമ്മുടെ ലാബിലൊക്കെ കാണാൻ പറ്റുന്നതാണ് ഈ മൈക്രോസ്കോപ്പിക് സ്ലൈഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഒരു കവർ ഗ്ലാസ് ആണ്. കവർ ഗ്ലാസ് നമുക്ക് സർക്കിൾ ഷേപ്പിലോ സ്ക്വയർ ഷേപ്പിലോ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ദെൻ ഹേസോക്ഡ് വാട്ടർ. എന്താണ് ഹേസോക്ഡ് വാട്ടർ? ഹേ എന്ന് വെച്ചാൽ വൈക്കോലാണ് അല്ലേ. സോ വൈക്കോലിൽ കുതിർത്ത വെള്ളത്തിനെയാണ് നമ്മൾ ഹേസോക്ഡ് വാട്ടർ എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ പ്രൊസീജിയറിലോട്ട് കിടക്കാം. അപ്പം നമ്മൾ ഈ ഹേസോക്ഡ് വാട്ടർ ഒരു ഡ്രോപ്പ് നമ്മൾ നമ്മുടെ മൈക്രോസ്കോപ്പിക് സ്ലൈഡിലോട്ട് ഡിപ്പ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഇത് നമ്മൾ കവർ ഗ്ലാസ് വെച്ചിട്ട് മൂടും. എന്നിട്ട് നമ്മുടെ മൈക്രോസ്കോപ്പിൻ്റെ അടുത്ത് കൊണ്ട് ചെല്ലും. എന്നിട്ട് നമ്മൾ ഐ പീസ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒത്തിരി മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഓർഗാനിസംസിനെ കാണാൻ പറ്റും. ഓക്കെ, സോ ഹെൻസ് പ്രൂവ്ഡ്. എന്താണ് പ്രൂവ് ചെയ്തിട്ടുള്ളത്? മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഓർഗാനിസംസിന്റെ പ്രസൻസ് ഉണ്ടെന്നുള്ളത് അല്ലേ. സോ നമുക്ക് അങ്ങനെ മൈക്രോസ്കോപ്പിക് കൂടെ കാണാൻ പറ്റുന്ന ഓർഗാനിസംസ് ഏതൊക്കെയാണ്? അമീബ, പാരമീസിയം, യുഗ്ലീന. സോ ഇത് മാത്രമല്ല, നമുക്ക് വേറെ ഒത്തിരി ബാക്ടീരിയസ്, ഒത്തിരി നമുക്ക് ഓർഗാനിസംസിനെ വേറെയും കാണാൻ പറ്റും. ഓക്കെ, ദ നെക്സ്റ്റ് ടോപ്പിക് ആണ് ബേസിസ് ഓഫ് ലൈഫ്. ഓക്കെ, നമ്മൾ ഇനി സെല്ലിനെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാൻ പോവാണ്. ഓക്കെ, സോ നമ്മുടെ ബോഡി മാത്രമല്ല, നമുക്ക് ചുറ്റും കാണാൻ പറ്റുന്ന എല്ലാ ഓർഗാനിസത്തിൻ്റെ ബോഡി വളരെ ടൈനി ആയിട്ടുള്ള യൂണിറ്റ്സ് വെച്ചിട്ടാണ് മേഡപ്പ് ആയിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്ന ഏറ്റവും ടൈനി ആയിട്ടുള്ള ഓർഗാനിസം എന്താണ്? കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നത് ആൻഡിന് നമുക്ക് കാണാൻ പറ്റും അല്ലേ. സോ ഈവൻ ഈ ടൈനി ആൻഡിൻ്റെ ബോഡി വരെ തൗസൻഡ്സ് ഓഫ് സ്മോൾ യൂണിറ്റ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, സോ നമ്മുടെ ബോഡിയൊക്കെ സ്മോൾ യൂണിറ്റ്സ് വെച്ചിട്ടാണ് മേഡപ്പ് ആയിട്ടുള്ളത്. സോ ഇത്തരം സ്മോൾ യൂണിറ്റ്സ് ഓഫ് ബോഡിനെയാണ് നമ്മൾ സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ഉണ്ട്, മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ഉണ്ട്. എന്തായിരിക്കും യൂണിസെല്ലുലാർ ഓർഗാനിസംസ്?
ഒരൊറ്റ സെല്ല് വെച്ച് മാത്രം മേഡപ്പ് ആയിട്ടുള്ള ഓർഗാനിസംസിനെയാണ് നമ്മൾ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അമീബ, പാരമീസിയം, യൂഗ്ലീന, ബാക്ടീരിയ എക്സെട്ര. ഓക്കെ, ഇനി നമുക്ക് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് എന്താന്ന് നോക്കാം. അതായത് ഒന്നിൽ കൂടുതൽ സെൽസ് വെച്ചിട്ട് ഒരു ബോഡി മേഡപ്പ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് എന്ന് പറയും. അതിന് എക്സാമ്പിൾസ് ആണ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. സോ ഇവരുടെ ബോഡിയിൽ ഒന്നിൽ കൂടുതൽ സെൽസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ നേരത്തെ മൈക്രോ ഓർഗാനിസത്തിനെ പരിചയപ്പെട്ടു അല്ലേ? സോ ഒരു ഡെഫിനിഷൻ വൈസ് എന്താണ് മൈക്രോ ഓർഗാനിസം എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ നേക്കഡ് ഐ വെച്ച് കാണാൻ പറ്റാത്ത ഓർഗാനിസംസിനെ, അതായത് മൈക്രോസ്കോപ്പ് വെച്ച് മാത്രം കാണാൻ പറ്റുന്ന ഓർഗാനിസംസിനെയാണ് നമ്മൾ മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് ബാക്ടീരിയ ആൻഡ് വൈറസ്. ഓക്കെ, ഇനി നമ്മൾ സെല്ലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകാനായിട്ട് ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാണ്. ഓക്കെ, അതായത് 2 ഏജ് ഗ്രൂപ്പിലുള്ള ഒരു കുഞ്ഞു കുട്ടിയുടെയും ഒരു മുതിർന്ന ഒരാളുടെയും ചീക്ക് സെൽസ് വെച്ചിട്ട് നമ്മൾ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് അതിന് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ആവശ്യമുള്ളതെന്ന് നോക്കാം. നമുക്ക് ഒരു മൈക്രോസ്കോപ്പ് വേണം, ഒരു സ്ലൈഡ് വേണം, പ്യുവർ ആയിട്ടുള്ള വാട്ടർ വേണം, മെത്തൈൽ ബ്ലൂ സ്റ്റെയിൻ വേണം. എന്തിനാണ് നമ്മൾ സ്റ്റെയിൻ ഉപയോഗിക്കുന്നത്? സ്റ്റെയിൻ എന്ന് വെച്ചാൽ അത് കളേർഡ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് ആണല്ലേ. സോ നമ്മൾ എന്തിനാണ് സ്റ്റെയിൻ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ സെല്ലിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അതിനെ ഓരോ സ്ട്രക്ചറിനെയും സ്പെസിഫിക് ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെയിൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ദെൻ നമുക്ക് 2 ടൂത്ത് ബ്രഷസ് വേണം, പിന്നെ ഒരു കവർ ഗ്ലാസ് വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ചൈൽഡിൻ്റെയും ഒരു അഡൾട്ടിൻ്റെയും ചീക്ക് സെൽ കളക്ട് ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്? അപ്പോൾ ആദ്യം നമ്മൾ അതിന് നമ്മുടെ മൗത്ത് നന്നായിട്ട് വാഷ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമുക്ക് ചീക്ക് സെല്ലാണ് വേണ്ടത് അല്ലേ. സോ ഇന്റേർണലി നമ്മൾ ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ഒന്ന് സ്ക്രേപ്പ് ചെയ്യും. ഓക്കെ, എന്നിട്ട് അപ്പോൾ ആ ടൂത്ത് ബ്രഷിൽ നമുക്ക് നമ്മുടെ ചീക്ക് സെൽസ് കിട്ടും. എന്നിട്ട് അത് ഒരു ഡ്രോപ്പ് ഓഫ് വാട്ടറിൻ്റെ കൂടെ നമ്മളത് സ്ലൈഡിൽ പ്ലേസ് ചെയ്യും. എന്നിട്ട് കവർ ഗ്ലാസ് വെച്ചിട്ട് മൂടും. ഓക്കെ, എന്നിട്ട് നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് ചീക്ക് സെൽസ് കാണാൻ പറ്റും. നമുക്ക് പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. Do you notice any difference in the size of the cheek cells of the child and the adult? Compare your findings with the guess you made. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഡിഫറൻസസ് ഒന്നും കാണാൻ പറ്റില്ല. സൈസ് ഒക്കെ സെയിം തന്നെ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡസ് ദ ബോഡി ഗ്രോ വിത്തൗട്ട് ബ്രിങ്ങിങ് അബൌട്ട് എനി ചേഞ്ച് ഇൻ ദ സൈസ് ഓഫ് ദ സെൽസ്? ഓക്കെ, നമുക്ക് നേരത്തെ നമ്മൾ പരിചയപ്പെട്ടല്ലേ, നമുക്ക് ലാർജ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ട്, സ്മോൾ ആയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ, അപ്പോൾ ഈ സ്മോളിന് സ്മോൾ സെല്ലും ലാർജ് ആയിട്ടുള്ള ഓർഗാനിസത്തിന് ലാർജ് സെല്ലാണോ ഉണ്ടാവുക? അല്ല. എന്താ ഇവിടെ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നമുക്ക് സെല്ലിൻ്റെ സൈസ് വെച്ചിട്ടല്ല ഒരു ബോഡിയുടെ ഗ്രോത്ത് ഡിറ്റർമിൻ ചെയ്യുന്നത്. മറിച്ച് സെൽസ് എല്ലാം ഒരു മെച്യൂരിറ്റി എത്തും എന്തുണ്ടാവും? അവർ ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണ് ഓർഗാനിസംസിന് സ്മോൾ സൈസും ലാർജ് സൈസ് അല്ലെങ്കിൽ മോഡറേറ്റ് സൈസും ഒക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, നമ്മൾ മൈക്രോ ഓർഗാനിസംസിനെ കുറേ പ്രാവശ്യം പരിചയപ്പെട്ടല്ലേ. അപ്പോൾ ഇവർ വളരെ കുഞ്ഞിതായതുകൊണ്ട് ഇവരുടെ ശരീരത്തിൽ പ്രത്യേകിച്ചും നടക്കില്ല എന്ന് നമ്മൾ വിചാരിക്കും അല്ലേ. പക്ഷെ അങ്ങനെയല്ല, ഫിസിയോളജിക്കലായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും ഈ മൈക്രോ ഓർഗാനിസംസിൻ്റെ ബോഡിയിൽ നടക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ യൂണിസെല്ലുലാർ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസിനെ പരിചയപ്പെട്ടല്ലേ. അപ്പോൾ നമുക്കൊരു ക്വിക്ക് റീക്യാപ്പ് എടുത്താലോ. എന്താണ് യൂണിസെല്ലുലാർ ഓർഗാനിസംസ്? സിംഗിൾ സെൽഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണല്ലേ. അതായത് അവർക്കൊരു സിംഗിൾ സെല്ലാണ് ഉണ്ടാവുക. നെക്സ്റ്റ്, നമുക്കൊരു കുഞ്ഞു ബോക്സിൽ നമ്മുടെ സെൽസിൻ്റെ എണ്ണത്തിനെ കുറിച്ച് നമ്മളെ ഒന്ന് അതിശയിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. നമ്മൾ പഠിച്ചു നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ മില്യൺസ് ഓഫ് സെൽസ് ഉണ്ട് അല്ലേ. നമ്മൾ ഹ്യൂമൻസ് ഒരു എലിഫൻറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്ര സൈസ് ഇല്ല അല്ലേ. എന്നിരുന്നാലും ഹ്യൂമൻ ബോഡിയിൽ എന്താണ് മില്യൺസ് ഓഫ് സെൽസ് ഉണ്ടല്ലേ. അപ്പോൾ ഒരു എലിഫൻറ്റിൻ്റെ ബോഡിയിൽ എന്തോരം സെൽസ് ഉണ്ടാവും? അത്രയും ലാർജ് സൈസ് സ്ഥിതിക്ക് അല്ലേ. സോ ഇതൊക്കെ വണ്ടർ ആയിട്ടുള്ള ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, നമുക്ക് ഒരു ടൈപ്പ് സെല്ല് മാത്രമല്ല നമ്മുടെ ബോഡിയിലുള്ളത്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ഉണ്ട്. നമുക്കൊന്ന് പരിചയപ്പെടാം അത്തരം കുറച്ച് സെൽസിന്. ആദ്യത്തേതാണ് മസിൽ സെൽ. നെക്സ്റ്റ് ആണ് ന്യൂറോൺസ്. മസിൽ സെൽ എവിടെ കാണുന്നത്? മസിൽ സെൽ മസിൽസിലാണ് നമുക്ക് കാണാൻ പറ്റുക. ന്യൂറോൺസ് ബ്രെയിനിലാണ് പ്രസന്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏതാണ് ഈ ഇമേജ്? ഇതിന് ബ്ലഡ് കോർപ്പസൽസ് എന്നാണ് പറയുക. ഓക്കെ, സോ ഈ സെൽസ് ബ്ലഡ് കോർപ്പസൽസ് ആണ്. ഇതെന്താണ്? എപ്പിത്തീലിയൽ സെൽസ്. ഓക്കെ, ഇനി നമ്മൾ ഒരു സെല്ലിൻ്റെ ഉള്ളിലെ കോമ്പണൻസിനെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ഇതൊരു സെല്ലാണ്. സോ ഇതിൽ ഔട്ടർ പോർഷൻ നമുക്ക് എന്താ കാണുന്നത്? സെൽ മെംബ്രെയിൻ അല്ലേ. എന്താണ് സെൽ മെംബ്രെയിൻ? നോക്കാം നമുക്ക്.
സോ സെൽ മെംബ്രെയിൻ എന്ന് വെച്ചാൽ ഒരു സെല്ലിന്റെ കവറിംഗ് ആണ്. ഓക്കെ, എന്താണ് സെൽ മെംബ്രെയിൻ? കവറിംഗ് ആണ്. നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ, ഔട്ടർ റീജിയനിൽ നമുക്ക് സെല്ലിന്റെ ഉള്ളിലുള്ള എല്ലാ കോമ്പണൻസിനെയും പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ഔട്ടർ കവറിംഗ് ആയിട്ട് കാണുന്നത് എന്താണ്? സെൽ മെംബ്രെയിൻ ആണ് അല്ലേ. പിന്നെ എന്തൊക്കെയാണുള്ളത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പണൻസ് ഉണ്ട് അല്ലേ. ഇപ്പോൾ പ്ലാന്റ് സെല്ലായാലും ആനിമൽ സെല്ലായാലും ചില കോമ്പണൻസ് കോമൺ ആയിരിക്കും. ഓക്കെ, നമുക്ക് ന്യൂക്ലിയസ് ഉണ്ട്, സൈറ്റോപ്ലാസം, സെൽ മെംബ്രെയിൻ, ഇവരൊക്കെയാണ് കോമൺ ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് എ സെൽ. ദെൻ നമുക്ക് ന്യൂക്ലിയസ് കാണാം അല്ലേ. നോക്കൂ, ഇവിടെ നമുക്ക് ന്യൂക്ലിയസ് കാണാം. സോ ന്യൂക്ലിയസ് എന്താണ്? ഒരു സെല്ലിൻ്റെ സെൻറ്റർ റീജിയനിലാണ് ന്യൂക്ലിയസ് കാണാൻ പറ്റുക. അപ്പോൾ ഒരു സെല്ലിൽ അല്ലെങ്കിൽ ഒരു ബോഡിയിൽ നടക്കുന്ന ഇമ്പോർട്ടൻ്റ് ആക്ടിവിറ്റീസിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും? ന്യൂക്ലിയസ് ആയിരിക്കും. ഓക്കെ, സോ ന്യൂക്ലിയസ് എവിടെയാണ്? സെല്ലിന്റെ സെന്ററിലാണ് കാണാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് സൈറ്റോപ്ലാസം കാണാൻ പറ്റും അല്ലേ. യെസ്, നമുക്ക് ഇവിടെ സൈറ്റോപ്ലാസം കാണാൻ പറ്റും. അപ്പൊ എന്താണ് സൈറ്റോപ്ലാസം? സെൽ മെംബ്രെയിൻ്റെ ഉള്ളിലെ മെട്രിക്സിനെ ഫില്ല് ചെയ്യുന്ന, ഓക്കെ, ദ മെട്രിക്സ് ഫിൽഡ് ഇൻസൈഡ് ദ സെൽ മെംബ്രെയിൻ ആണ് സൈറ്റോപ്ലാസം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പ്ലാന്റ് ബോഡീനെ കുറിച്ച് പരിചയപ്പെടാം. അപ്പോൾ ഇതെന്താണ്? ഒരു ഒണിയൻ പീലിലെ സെൽസ് ആണ്. ഓക്കെ, ഒരു സവോള നമുക്ക് ഇങ്ങനെ മാറ്റിയെടുക്കുമ്പോൾ നമുക്ക് മൈക്രോസ്കോപ്പിൽ കാണാൻ പറ്റുന്ന സെൽസ് ഇങ്ങനെയായിരിക്കും. ദെൻ ഗാർഡ് സെൽസ്, നമ്മൾ ഫോട്ടോസിന്തസിസ് ഒക്കെ പഠിക്കുമ്പോൾ ഗാർഡ് സെൽസ് പരിചയപ്പെട്ടിട്ടുണ്ടല്ലേ. സോ ഇതൊക്കെ പ്ലാന്റ് ബോഡിയിലെ കുറച്ച് സെൽസിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആനിമൽ സെല്ലിനെയും പ്ലാന്റ് സെല്ലിനെയും വെച്ചൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കാൻ പോവാണ്. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ആനിമൽ സെല്ലിലും പ്ലാന്റ് സെല്ലിലും കോമൺ ആയിട്ടുള്ള ചില കോമ്പണൻസ് ഉണ്ട്. പിന്നെ ആനിമൽ സെല്ലുള്ള ചിലത് പ്ലാന്റ് സെല്ലിൽ ഉണ്ടാവില്ല, പ്ലാന്റ് സെല്ലുള്ള ചിലത് ആനിമൽ സെല്ലിൽ ഉണ്ടാവില്ല. സോ നമുക്ക് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? നോക്കാം. ഓക്കെ, സോ ഇത് നമുക്ക് ഒരു ആനിമൽ സെല്ലാണ് ആൻഡ് ദിസ് ഈസ് എ പ്ലാന്റ് സെൽ. അപ്പോൾ നമുക്ക് സ്ട്രക്ചർ വൈസ് ചെറിയ ഡിഫറൻസസ് ഒക്കെ ഉണ്ട് അല്ലേ. ഓക്കെ, നമ്മൾ ന്യൂക്ലിയസിനെ പരിചയപ്പെട്ടു അല്ലേ. ന്യൂക്ലിയസ് രണ്ടു പേർക്കും കോമൺ ആണ്. അതായത് ഒരു സെല്ലിന്റെ സെൻറ്റർ റീജിയനിലായിട്ട് നമുക്ക് ന്യൂക്ലിയസിനെ കാണാൻ പറ്റും. ഒരു സെല്ലിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിനും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ന്യൂക്ലിയസ് ആണ്. ദെൻ ക്ലോറോപ്ലാസ്റ്റ്. ഓക്കെ, ക്ലോറോപ്ലാസ്റ്റ് നമുക്ക് പുതിയതായിട്ടുള്ള ഒരാളാണ് അല്ലേ. ക്ലോറോപ്ലാസ്റ്റ് എന്തിനാണ് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്? ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഫോട്ടോസിന്തസിസ് ആരെ പെർഫോം ചെയ്യുക? പ്ലാന്റ്സ് ആണല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ആനിമൽസിന് ക്ലോറോപ്ലാസ്റ്റ് വേണോ? നമ്മൾ ഫോട്ടോസിന്തസിസ് പെർഫോം ചെയ്യുന്നില്ല അല്ലേ. നമ്മൾ ഫുഡിനും കാര്യങ്ങൾക്കും വേണ്ടി പ്ലാന്റ്സിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലോറോപ്ലാസ്റ്റ് വേണ്ട. അപ്പോൾ ആർക്കായിരിക്കും ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാവുക? പ്ലാന്റ് സെല്ലിന്. സോ ക്ലോറോപ്ലാസ്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. സോ ക്ലോറോപ്ലാസ്റ്റ് എവിടെയായിരിക്കും? പ്ലാന്റ് സെല്ലിൽ മാത്രം പ്രസന്റ് ആയിട്ടുള്ളതാണ് ക്ലോറോപ്ലാസ്റ്റ്. നെക്സ്റ്റ് സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസം എന്താണ്? ഫ്ലൂയിഡ് മെട്രിക്സ് ആണ് അല്ലേ. സെൽ മെംബ്രെയിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ് മെട്രിക്സ് ആണ് സൈറ്റോപ്ലാസം. അപ്പോൾ അത് രണ്ടുപേർക്കും കോമൺ ആയിരിക്കും. ആനിമൽ സെല്ലിലും പ്ലാന്റ് സെല്ലിലും നമുക്ക് സൈറ്റോപ്ലാസം കാണാൻ പറ്റും. നെക്സ്റ്റ് വരുന്നതാണ് സെൽ വാൾ. സെൽ വാള് മെയിൻലി സെല്ലുലോസ് ഒക്കെ വെച്ചിട്ടാണ് മെയ്ഡപ്പ് ആയിട്ടുള്ളത്. സെല്ലുലോസ് എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുക? പ്ലാന്റ് സെല്ലിലാണ് അല്ലേ. അപ്പോൾ സെൽ വാള് ആനിമൽ സെല്ലിൽ കാണില്ല. എവിടെയാണ് കാണുന്നത്? പ്ലാന്റ് സെല്ലിലാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വാക്യൂൾ. ഓക്കെ, വാക്യൂൾ നമുക്ക് ആനിമൽ സെല്ലിലും കാണാം, പ്ലാന്റ് സെല്ലിലും കാണാം. നെക്സ്റ്റ് വരുന്നതാണ് സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിൻ നമ്മൾ പഠിച്ചല്ലേ, ഔട്ടർ കവറിംഗ് ആണ് അല്ലെ ഒരു സെല്ലിന്റെ. അപ്പോൾ അത് നമുക്ക് പ്ലാന്റ് സെല്ലിലും ആനിമൽ സെല്ലിലും കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ പറയൂ, ഏതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള സെല്ലിന്റെ കോമ്പണൻസ്? ന്യൂക്ലിയസ് ഉണ്ട്, സെൽ മെംബ്രെയിൻ ഉണ്ട്, വാക്യൂൾ ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട് അല്ലേ. ദെൻ പ്ലാന്റ് സെല്ലിൽ മാത്രം കാണാൻ പറ്റുന്നത് ഏതൊക്കെയാണ്? ക്ലോറോപ്ലാസ്റ്റും പിന്നെന്താണ്? സെൽ വാൾ. ഓക്കെ, സോ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. സ്ട്രക്ചറൊക്കെ വരച്ച് പഠിക്കണം, ലേബിൾ ചെയ്യാനൊക്കെ നിങ്ങൾ പഠിക്കണം. ഓക്കെ, സോ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിച്ചത്? സെൽ എങ്ങനെയാണ് ഒരു ബേസിക് ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫായി മാറുന്നത്, എന്തൊക്കെ കോമ്പണൻസ് ആണ് സെല്ലിലുള്ളതെന്ന് പഠിച്ചു. പിന്നെ എന്തൊക്കെയാണ് പഠിച്ച്? പ്ലാന്റ് സെൽ, ആനിമൽ സെൽ ഒക്കെ നമ്മൾ കമ്പയർ ചെയ്ത് പഠിച്ചു അല്ലേ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സിലൂടെ കടന്നാലോ? സോ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ യൂണിസെല്ലുലാർ ഓർഗാനിസംസ്? നമ്മൾ ഒത്തിരി പഠിച്ചില്ലേ, ഒത്തിരി പരിചയപ്പെട്ടല്ലേ യൂണിസെല്ലുലാർ ഓർഗാനിസത്തിനെ പറ്റി. എന്താണ്? യൂണിസെല്ലുലാർ ഓർഗാനിസം ഇസ് ഓൾസോ നോൺ ആസ് സിംഗിൾ സെൽഡ് ഓർഗാനിസം അല്ലേ. അപ്പോൾ നമ്മൾ പോയിന്റ് വൈസ് നമ്മൾ എഴുതണം. ഓക്കെ, അപ്പോൾ എന്താണ്? സിംഗിൾ സെല്ലായിരിക്കും യൂണിസെല്ലുലാർ ഓർഗാനിസമിന് ഉണ്ടാവുക. യൂണി എന്ന് വെച്ചാൽ എന്താണ്? സിംഗിൾ, വൺ അല്ലേ. സോ സിംഗിൾ സെൽഡ് ഓർഗാനിസം. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ സെൽ. അതെ, ഒരു സിംഗിൾ സെൽ വെച്ചിട്ടാണ് ഇവർ കൺസിസ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരിക്കലും മറക്കാൻ പാടില്ല. നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുമ്പോൾ നമ്മൾ എക്സാമ്പിൾ സഹിതം വേണം ആൻസർ ചെയ്യാനായിട്ട്. സോ എക്സാമ്പിൾ എന്താണ്? ബാക്ടീരിയ, പ്രോട്ടിസ്റ്റ് ഒക്കെയാണ് യൂണിസെല്ലുലാർ ഓർഗാനിസംസിന്റെ എക്സാമ്പിൾസ്.
സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ആർ ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എ സെൽ? നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ എന്തൊക്കെയാണ് ഒരു സെല്ലിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ്? നമുക്ക് ന്യൂക്ലിയസ് ഉണ്ട്, ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, സെൽ വാൾ ഉണ്ട്, സെൽ മെംബ്രെയിൻ, വാക്യൂൾ ആൻഡ് സൈറ്റോപ്ലാസം. ഇതിപ്പോൾ ജനറലി ഒരു സെല്ലിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ആനിമൽ സെല്ലിൻ്റെ എന്താണ്, പ്ലാന്റ് സെല്ലിൻ്റെ എന്താണെന്ന് ചോദിച്ചാൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് തന്നെ പറയണം. ഓക്കെ, ആനിമൽ സെല്ലിൻ്റെ എന്തൊക്കെ കാണില്ല? ക്ലോറോപ്ലാസ്റ്റ് കാണില്ല, സെൽ വാൾ കാണില്ല. മറിച്ച് ഇതൊക്കെ എവിടെ കാണുന്നത്? പ്ലാന്റ് സെല്ലാണ്. സോ അത്തരം സ്പെസിഫിക് ആയിട്ട് വേണം, ഇപ്പോൾ ചോദ്യത്തിനനുസരിച്ച് വേണം ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ജസ്റ്റ് സെല്ലിൻ്റെ മാത്രം ഡിഫറെൻറ്റ് പാർട്സ് പറയുമ്പോൾ നമുക്ക് ഇതൊക്കെ മെൻഷൻ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ സൈറ്റോപ്ലാസം? സൈറ്റോപ്ലാസം എന്താണ്? സെൽ മെംബ്രെയിനിൻ്റെ ഉള്ളിലെ ഫ്ലൂയിഡ് മെട്രിക്സ് ആണ് എന്ത്? സൈറ്റോപ്ലാസം അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ മൈക്രോ ഓർഗാനിസംസ്? എന്താണ് മൈക്രോ ഓർഗാനിസംസ്? ഓർഗാനിസംസ് ദാറ്റ് കനോട്ട് ബി സീൻ ബൈ ദ നേക്കഡ് ഐ ആർ കോൾഡ് മൈക്രോ ഓർഗാനിസംസ്. നമ്മുടെ കണ്ണ് വെച്ച് നേക്കഡ് ഐ വെച്ച് കാണാൻ പറ്റാത്ത ഓർഗാനിസംസിനെ എന്നാൽ മൈക്രോസ്കോപ്പിൻ്റെ ഹെൽപ്പോടെ കാണാൻ പറ്റുന്ന ഓർഗാനിസംസ് ആണ് മൈക്രോ ഓർഗാനിസംസ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ മൈക്രോസ്കോപ്പ്? എന്താണ് മൈക്രോസ്കോപ്പ്? Microscope is a device used to see microorganisms that cannot be seen by naked eyes. നമ്മുടെ നേക്കഡ് ഐസ് വെച്ച് കാണാൻ പറ്റാത്ത മൈക്രോ ഓർഗാനിസംസിനെ കാണാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഡിവൈസ് ആണ് മൈക്രോസ്കോപ്പ്. ഓക്കെ, സോ എല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.